ഈ വഴിയിലൂടെ ഒരിക്കലെത്തിയവർ വീണ്ടും വീണ്ടും എത്തുമെന്ന് ഉറപ്പ്. പക്ഷേ കുറച്ചു വർഷങ്ങൾ മുൻപ് മാത്രമാണ് തെക്കേ മലമ്പുഴയെക്കുറിച്ചും അപ്പോഴാണ് ഈ മാൻകൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. നേരത്തെ പറഞ്ഞില്ലേ തിരിച്ചു വരുമ്പോൾ ഫോട്ടോസ് എടുക്കാമെന്ന്. ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. നമ്മൾ കവയിൽ നിന്നും നേരെ പോകുന്നത് തെക്കേ മലമ്പുഴയ്ക്കാണ്. ഈ റിംഗ് റോഡിലൂടെ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഇതാണ് കല്ലമ്പുഴ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തിരിച്ചു വരുമ്പോൾ ഫോട്ടോസ് എടുക്കാമെന്ന്. നമ്മളിവിടെ നിർത്തി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്ത് ഭംഗിയാണ് നോക്കുക ആ പുഴയുടെ ഒഴുക്കിന്. ഇരുവശവും ഭംഗിയുള്ള കാടുണ്ട്. സാധാരണ എല്ലാവരും പോകുന്നൊരു സ്ഥലമാണ് മലമ്പുഴ ഡാം. എന്നാൽ തെക്കേ മലമ്പുഴ സന്ദർശിക്കുന്നവർ വളരെ കുറവായിരിക്കും. അവിടെ നിന്നുള്ള മലമ്പുഴയുടെ കാഴ്ചയുണ്ടല്ലോ, അത് വളരെ മനോഹരമാണ്. ഇടയ്ക്ക് പെയ്യുന്ന ചാറ്റൽ മഴ കൂടി ഉണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് അവിടെ. ഇവിടെ ജനസാന്ദ്രത വളരെ കുറവാണ്. അങ്ങിങ്ങായി കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. ഇതാ ഒരു ഹോട്ടൽ നമുക്ക് കാണാം. പിന്നെ ഒരുപാട് ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡുകൾ കണ്ടു കേട്ടോ. ഇപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരാറുണ്ട്. കുറേ വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി. അപ്പോഴാണ് ഈ മാൻകൂട്ടം ശ്രദ്ധയിൽപ്പെട്ടത്. എന്ത് ഭംഗിയാണെന്ന് നോക്കൂ. കണ്ണിനും മനസ്സിനും ഒരുപോലെ സുഖം തരുന്നൊരു സ്ഥലമാണ് ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ നേരത്തെ കവയിലേക്ക് കയറിയത്. ഇനി നമുക്ക് മലമ്പുഴയിലേക്കാണ് പോവേണ്ടത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയാൽ കഞ്ചിക്കോടെത്തും. ഇതവിടെ ഒരു കഫേ കാണാം നമുക്ക്. മലമ്പുഴ എന്നാൽ ഉദ്യാനവും അണക്കെട്ടും മാത്രമല്ല, പ്രധാന കവാടത്തിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ കാനന ഭംഗിയുടെ തീരാത്ത പച്ചപ്പ് കൂടിയാണ്. മലമ്പുഴ ഡാമിന്റെ ഇടതുവശത്തെ റിംഗ് റോഡിലേക്ക് വന്നാൽ വളരെ മനോഹരമായ ഒരു സ്ഥലം നമുക്ക് കാണാം. ഇവിടെ വരാതിരുന്നാൽ ശരിക്കും ഒരു നഷ്ടമായിരിക്കും അത്. ഇടവേളകളിൽ കുടുംബത്തോടൊപ്പമോ കൂട്ടുകാരോടൊപ്പമോ വന്ന് ഇളം കാറ്റും കൊണ്ട് പച്ചപ്പും ആസ്വദിച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയൊരു ഇടമാണിത്. ഒരു വശത്ത് നീലിച്ചു കിടക്കുന്ന വെള്ളത്തിന്റെ വിശാലത, മറുവശത്ത് മനോഹരമായ മലനിരകൾ, കരിമ്പാറക്കെട്ടുകൾ. ഈ വഴിയിലൂടെ ഒരിക്കലെത്തിയവർ വീണ്ടും വീണ്ടും എത്തുമെന്ന് ഉറപ്പ്. ഈ വളവിലെ ഈ കൊച്ചു കട പ്രസിദ്ധമാണ്. ഇതിലെ പോകുന്നവർ അവിടെ ഇറങ്ങാതിരിക്കില്ല. അവിടെ നിന്നും കിട്ടുന്ന വ്യൂ അത്ര മനോഹരമാണ്. മാങ്ങ വീട്ടിൽ ധാരാളം ഉണ്ടെങ്കിലും ഞങ്ങളും വാങ്ങി അവിടെ നിന്നും മാങ്ങ. മസാലയിട്ട മാങ്ങയും ചോളവുമെല്ലാം കൂട്ടുകാരോടൊപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ ഒരു രുചി വേറെയാണ്. പാലക്കാട് എത്തുന്ന ടൂറിസ്റ്റുകളും പിന്നെ പാലക്കാട്ടുകാരും എല്ലാവരും പോകുന്ന സ്ഥലമാണ് മലമ്പുഴ ഡാം. നമ്മളും ഒരുപാട് പ്രാവശ്യം മലമ്പുഴ ഡാം പോയിട്ടുണ്ട്. പക്ഷേ കുറച്ച് വർഷങ്ങൾ മുൻപ് മാത്രമാണ് തെക്കേ മലമ്പുഴയെക്കുറിച്ചും കവയെക്കുറിച്ചും ഞങ്ങൾ അറിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുമ്പോൾ ഇത്രയൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല ഡാമിൽ. എങ്കിലും തെക്കേ മലമ്പുഴയ്ക്ക് അതിൻ്റെതായ ഭംഗിയുണ്ടായിരുന്നു. എന്നാലും മഴക്കാലത്തൊരു ഭംഗി അത് വേറെയാണ്. ഈ റോഡ് നേരെ എലിവാൽ എന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വനത്തിനകത്തേക്ക് അതിക്രമിച്ച് കിടക്കുന്നത് ശിക്ഷാർഹമാണ്. മലയിടുക്കുകളിൽ നിന്നും വരുന്ന നീരുറവയും ചെറിയ വെള്ളച്ചാട്ടങ്ങളും മഴക്കാലത്തെ ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കും. നാടൻ ചായക്കട, തണുത്ത കാറ്റ്, പച്ചപ്പ്, കാനന ഭംഗി, മലമ്പുഴയിലെ കാണാക്കാഴ്ചകൾ. കിടിലൻ സ്പോട്ടാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി മീൻ ഫ്രൈയും കപ്പയും പിന്നെ വിവിധതരം ഭക്ഷണങ്ങളും ഈ കടയിൽ കിട്ടും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്